ജൂലൈ 29. ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ അനുകമ്പയുടെ അറിയാത്ത ദാനങ്ങൾ എന്ന തലക്കെട്ടോടുകൂടി പാരമ്പര്യങ്ങളുടെ ഇല്ലുസ്ട്രേഷനിലെ 15-ാമത്തെ പേജിലെ ഭാഗമാണ്. അധ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ കുടിക്കുന്ന കാലത്തും കുടിയൊക്കെ കടന്നു വരുന്നതിന് മുന്നേ ഒക്കെ ഭയങ്കരമായിട്ട് മറ്റുള്ള ആളുകളെ ആശ്രയിച്ച് നിൽക്കുന്ന ആളുകളാണ്. 7-ാമത്തെ പാരമ്പര്യത്തിൽ വ്യക്തമായിട്ട് പറയാറുണ്ട്, നമ്മൾ ഒന്നില്ലെങ്കിൽ എല്ലാം ഉള്ളവരും അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവരുമായിട്ടുള്ള ആളുകളാണ്. നമ്മൾ പല കാര്യങ്ങളിലും മറ്റുള്ള ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകളാണ്. ആശ്രയത്വം എല്ലാ തരത്തിലുമുണ്ട്. ചെറുപ്പത്തിലേ നമുക്ക് ഈ ആശ്രയത്വം നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നുണ്ട്. കുട്ടിയായിരിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ വാശി പിടിച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചെയ്തു തന്നിരുന്നത് എന്ന് കുറച്ച് മുതിർന്നാൽ മനസ്സിലാക്കുകയും മറ്റുള്ളവർ സ്വയം പര്യാപ്തതയിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ, അധ്യാസക്തൻ അങ്ങനെയല്ല. അവൻ്റെ ജീവിതയാത്രയിൽ ഉടനീളം തന്നെ മറ്റൊരു മനുഷ്യരെ ആശ്രയിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പല രീതിയിൽ ചൂഷണങ്ങളായിട്ടും മറ്റു രീതിയിലൊക്കെ വളർന്നു വന്ന ഒരാളാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിലെത്തുമ്പോൾ ഇവിടെ സ്വയം പര്യാപ്തരായ അധ്യാസക്തനായിട്ട് എങ്ങനെയാണ് നമ്മൾ മാറുന്നത്? നമ്മുടെ ആശ്രയത്വം ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുക. മറ്റുള്ളവർ എൻ്റെ കാര്യങ്ങൾ ചെയ്തു തരണം, അവരിങ്ങനെ ചെയ്തു തന്നില്ല, അവരെന്നോട് ഈ രീതിയിൽ പെരുമാറിയില്ല, ഇത്തരത്തിൽ ജീവിതത്തോടും ആളുകളോടും ആവശ്യപ്പെടലുകൾ നടത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വിധിയെ പഴിക്കുക, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പരാതികൾ പറയുക, ആളുകളെക്കുറിച്ചുള്ള പരാതികൾ പറയുക ഒക്കെ നടക്കുകയാണ്. അവിടെയാണ് 7-ാമത്തെ പാരമ്പര്യം വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുകയാണ്, നമ്മൾ സ്വയം പര്യാപ്തത പാലിക്കുന്ന ആളുകളായിരിക്കണം. ഗ്രൂപ്പിൽ പാലിക്കണം. അപ്പോൾ ഗ്രൂപ്പിൽ പാലിക്കണം എന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാൻ സ്വയം പര്യാപ്തതയുടെ പ്രത്യയശാസ്ത്രത്തിലേക്ക് എത്തണം, അപ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ മദ്യമൊക്കെ നിർത്തി നിരവധി കടങ്ങളും പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുന്ന എന്നെപ്പോലൊരു മദ്യാസക്തൻ എങ്ങനെയാണ് സ്വയം പര്യാപ്തതയാവുക? കുറേ ആളുകൾക്ക് പൈസ കൊടുക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാധ്യതകളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെയാണ് പറഞ്ഞത്, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആശ്രയത്വം കുറയ്ക്കുക, നിന്നെ കൊണ്ട് പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക, നിനക്ക് എങ്ങനെയാ വരുമാനം എത്ര ഉണ്ട് നീ അറിയാം, അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ നാളെ കൊടുക്കാമെന്ന് പറഞ്ഞ് ആരുടെ നിന്നും കടം മേടിക്കാതിരിക്കുക. അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസ് പറഞ്ഞു. കാരണം അവിടെ മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എത്ര കാലം നിൽക്കാൻ പറ്റും? മറിച്ച് അതിനെല്ലാം ഇടവരുത്തണം. എനിക്ക് എത്ര വരുമാനമുണ്ടോ ആ വരുമാനത്തിനനുസരിച്ച് ഞാൻ ചിലവ് ചെയ്യാൻ പാടും. ഇനി വരുമാനമില്ലെങ്കിൽ വരുമാനം കൂട്ടാനുള്ള പരിപാടികൾ, പണികളിലേക്ക് ഞാൻ ഇറങ്ങണം. അതാണ് 7-ാം പാരമ്പര്യം എന്നോട് പറഞ്ഞത്. ലക്ഷങ്ങൾ കടമുണ്ടായിരിക്കാം, ആ ലക്ഷങ്ങൾ കടമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മേടിച്ചിട്ട് ഈ പരിപാടിയായിട്ട് ഞാൻ നടന്നിട്ട് കാര്യമുണ്ടോ? എനിക്ക് വീട്ടാൻ പറ്റാത്ത നിരവധി പ്രശ്നങ്ങളുണ്ടാവും. വീണ്ടും ഞാൻ കുഴപ്പത്തിലേക്കാവും. മാത്രമല്ല, ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ അംഗമായിട്ടിരിക്കുമ്പോൾ ഏനെ കൂടി കുഴപ്പത്തിലാവും. ഞാൻ ഏടെ പ്രവർത്തനം നടത്തിയിട്ട് കാര്യമില്ലല്ലോ. വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ സ്വയം പര്യാപ്തതയിലേക്ക് എത്തണം. ഇപ്പം എൻ്റെ വരവിനനുസരിച്ച് ചെലവ് ചെയ്യാനുള്ള പാഠങ്ങൾ അതും ആൽക്കഹോളിക്സ് അനോണിമസ് എന്നാണ് പഠിച്ചത്. അതോടൊപ്പം തന്നെ മറ്റാളുകളെ ചൂഷണം ചെയ്യാതെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ, ഞാനൊരു മീറ്റിങ്ങിനോ മറ്റു പരിപാടിക്കും പോകുമ്പോൾ ഒരാളുടെ കാറിൽ പണ്ടൊക്കെ ആണെങ്കിൽ കിട്ടിയ ക്യാപ്പിനായില്ലേ അയാളുടെ ചെലവിൽ പോകാം, ചായയും അയാളുടെ ചെലവിലാവാം. ഭക്ഷണത്തിൻ്റെ പൈസ കൊടുക്കേണ്ട സമയത്ത് ഒന്ന് കൈയഴുകി കുറച്ച് സമയം എടുക്കും. അതിന് പകരം കൃത്യമായിട്ട് ചായ കുടിച്ചാൽ പോലും അതിൻ്റെ പൈസ പകുതി കൊടുക്കാൻ, വണ്ടിയിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ പെട്രോളിൻ്റെ പൈസ കൊടുക്കാൻ. അപ്പം അത് എന്നെ വ്യക്തിപരമായ ഒരു സ്വയം പര്യാപ്തത, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം കാലം നിൽക്കേണ്ട ആവശ്യം, ആരുടെയും ഒരു സാധനവും സൗജന്യമായിട്ട് ഞാൻ എടുക്കേണ്ടതില്ല. ആകെ എനിക്ക് സൗജന്യമായി കിട്ടിയത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ സന്ദേശം, എയുടെ പാഠങ്ങൾ, എയുടെ മറ്റെല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ടാണ് കിട്ടിയത്. അത് തീർച്ചയായിട്ടും ഞാൻ വരുന്ന മദ്യാസക്തർക്കായിട്ട് കൊടുക്കണം. അവരോട് പോലും ഒരു ഉപാധിയില്ല, അവരുടെ സ്നേഹം വേണ്ട, അവരെന്നോട് നന്ദിയുള്ളവരായിരിക്കണം, എന്നെ എപ്പോഴും പരിഗണിക്കണം, ഞാൻ പറഞ്ഞത് കേൾക്കണം. ഇതെല്ലാം എനിക്ക് മാറ്റിവെക്കാൻ എന്നെ സഹായിക്കുന്നത് 7-ാം പാരമ്പര്യമാണ്. ഓരോ മനുഷ്യരെയും ഞാൻ സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരെയും സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പര്യാപ്തമാക്കുന്ന ഒന്നാണ്. ആർക്കും ആരോടും തന്നെ വേറൊരു കടപ്പാടും ഉണ്ടാവേണ്ടതില്ല എന്നുള്ളതാണ്. ഞാൻ എന്തൊക്കെ പ്രവർത്തനങ്ങൾ എക്ക് വേണ്ടി ചെയ്തു എന്ന കണക്കുകളൊന്നും പറയേണ്ട കാര്യമില്ല. അതെല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ സുബോധത്തിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരെ ഞാൻ സഹായിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സമയം കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടിയിട്ടാണ് എന്ന ബോധ്യം എനിക്കുണ്ടോ?
ഞാനത് പറയുന്നുണ്ടോ? അതിന് പകരം ഞാൻ അവനെ സഹായിച്ചു, ഞാൻ എയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്തു. ആര് പറഞ്ഞു എന്നോട് അങ്ങനെ ത്യാഗം ചെയ്യാനായിട്ട്? എൻ്റെ സുബോധം, വിലപ്പെട്ട സുബോധം. അവിടെയാണ് അനുകമ്പയുടെ ദാനങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ടോ? ദാനമായി കിട്ടിയത് ആ രീതിയിൽ തന്നെ കൊടുക്കണം. മറ്റുള്ള മനുഷ്യർ നമുക്ക് പകർന്നു തന്ന എത്രയോ പേരുടെ ആ ദാനമായിട്ട് തന്നെയാണ് ആ സുബോധം എനിക്ക് കിട്ടിയത്. അപ്പം അതിനെ മുന്നോട്ട് കൊടുക്കേണ്ടതുണ്ട്. ആ മുന്നോട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി വേണ്ടത് 7ാമത്തെ പാരമ്പര്യത്തെ വ്യക്തിപരമായി ഞാൻ മുറുകെ പിടിക്കണം. വ്യക്തിപരമായ ജീവിതത്തിൽ സ്വയം പര്യാപ്തമാകണം, മറ്റുള്ളവരെ ആശ്രയിച്ചു കൊണ്ടാവരുത്. അപ്പോഴാണ് എനിക്ക് ഗ്രൂപ്പിൻ്റെ ഉള്ളിലും അത്തരം കാര്യങ്ങൾ വരാൻ പറ്റൂ. ഗ്രൂപ്പിനും ഒരു കാര്യങ്ങളും ഇല്ലാതെ സ്വയം പര്യാപ്തമായി തന്നെ ഗ്രൂപ്പിൻ്റെ ചെലവുകൾ ഈ രീതിയിൽ നിർവഹിക്കുന്ന പരിപാടിയാണ്. അല്ലാണ്ട് ബാധ്യതകൾ ഉണ്ടാക്കി വെക്കുക. ഗ്രൂപ്പിൻ്റെ വാർഷികം നടത്താനായിട്ട് കഞ്ഞിയും ചമ്മന്തിയും കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്, ഇനി ഇല്ലെങ്കിൽ ചായയും വടയാണോ അത് മതി. അതല്ലാതെ മറ്റുള്ള പിരിവ് കൊടുത്ത് ഗ്രൂപ്പിലെ ആളുകൾക്ക് ബാധ്യത ഉണ്ടാക്കുന്ന പരിപാടികൾക്ക് ഞാൻ പോകില്ല. കാരണം വ്യക്തിപരമായിട്ട് ഞാൻ ആ മാറ്റമുണ്ടായി. ഗ്രൂപ്പിലെ ആളുകൾ, എൻ്റെ ഗ്രൂപ്പിലുള്ള ആള് ഒരു കൂലിപ്പണി എടുക്കുന്ന ആളാണെങ്കിൽ അയാളെ കൂടി പരിഗണിക്കുന്ന രീതിയിലേ ഞാൻ ട്രിപ്പ് പോവുള്ളൂ. അല്ലാണ്ട് അയാൾക്കും കൂടി പറ്റിയ ട്രിപ്പ് പോവുക, എന്നിട്ട് ഇത്ര ഉറുപ്പ് അയാൾ തരണം എന്ന് പറയുക, അല്ലാത്ത ആൾക്കാരെ കുറ്റപ്പെടുത്തുക, അതൊന്നും ചെയ്യില്ല. അതെല്ലാം ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്താവണം? 7ാം പാരമ്പര്യം ഞാൻ വ്യക്തിപരമായി പാലിക്കണം. അപ്പം എനിക്ക് ഗ്രൂപ്പിൽ പാലിക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് ആ രീതി. മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിക്കുന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം. ഉപാധികളില്ലാതെ കൊടുക്കാനായി നമ്മളെ പ്രാപ്തമാക്കുന്ന, മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്തു എന്നല്ല, നമ്മൾ മറ്റുള്ളവരോട് എന്ത് ചെയ്തു, മറ്റുള്ളവരെ പരിഗണിക്കുന്നുണ്ടോ എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ചുകൊണ്ട് പറയുന്ന തത്വങ്ങളുടെ മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.